ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ പെരുന്നാൾ തലേന്നും ലാസ്റ്റത്തെ നോമ്പ് തുറയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് കാര്യമായിട്ട് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് 2 തരം ജ്യൂസും പിന്നെ സിമ്പിളായിട്ടുള്ളൊരു എണ്ണക്കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു കിടിലൻ ജ്യൂസായിരുന്നു കേട്ടോ. പാലൊന്നും ചേർക്കാത്ത ജ്യൂസാണ്. തണ്ണിമത്തൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ സർബത്താണ് കേട്ടോ ചേർക്കുന്നത്. സർബത്ത് ചേർത്തിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ പാലൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ അരിച്ചെടുത്ത ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ള സർബത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സർബത്ത് ചേർക്കുമ്പോൾ പിന്നെ എക്സ്ട്രാ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മധുരത്തിന് ആവശ്യമായിട്ടുള്ള സർബത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരിട്ട, ഒരുപാട് പുളി വേണ്ട, എന്നാലും ലേശം നിങ്ങൾ എടുക്കുന്ന ജ്യൂസിനനുസരിച്ചിട്ട് വേണം നാരങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നാരങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ചിയാ സീഡ്സ് ഒക്കെ കുതിർത്തതുണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊന്നും ചേർക്കാതെ കുടിക്കാൻ പറ്റിയ റെഡി കിഡിലൻ ജ്യൂസാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ച് അതവിടെ നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷമാമ് ജ്യൂസാണ് കേട്ടോ. ഷമാമ് നമ്മൾ പാലില്ലാതെ തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഷമാമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടും പഴുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഷമാമിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഷമാമ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഷമാമ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒട്ടും പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് ആ ഒരു ഷമാമിൻ്റെ മധുരം മതിയെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽപ്പൊടിയാണ് കേട്ടോ. പാൽ ചേർക്കുന്നതിന് പകരം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 10 രൂപയുടെ അമൂലിൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹണിയൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു 2 പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബൂസ്റ്റ് ചേർക്കുമ്പോൾ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോർലിക്സ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. ചെറിയ പീസ് കടിക്കാണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം എന്നുള്ളവർക്ക് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. പാലൊന്നും ചേർക്കാതെ കുടിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ജ്യൂസിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്താ ഇന്നൊരു എണ്ണക്കടി സിമ്പിളായിട്ട് ഉണ്ടാക്കുക പറഞ്ഞാലോ, നല്ലപോലെ പഴുത്തൊരു 3 ചെറുപഴം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയായിരുന്നു കേട്ടോ. അപ്പോൾ പഴം നല്ലപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മൈദപ്പൊടിയാണ് കേട്ടോ. ഞാൻ ഒരു 2 തവിക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാടും കട്ടിയാവാത്ത രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പഴത്തിൻ്റെ പകരം റോബസ്റ്റിനോ നേന്ത്രപ്പഴമോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും കൂടെ വേണം, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങാ ചെരുവതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇതുപോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവാത്ത ഒരു രീതിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇതാ പഴവും മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഈ കൈ വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവാണ് കേട്ടോ ആവേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പം നിങ്ങൾക്ക് ഏലക്ക ചതച്ചതോ പൊടിയോ അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിതെല്ലാം അതും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ലേ അതേ രീതി തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മളിതിന് പഴന്നുള്ളിയത് എന്നൊക്കെ ഓരോ ഭാഗത്ത് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ പഴന്നുള്ളിയിൽ അധികം റവയൊന്നും ചേർക്കാറില്ല. നമ്മളിത് ലേശം റവയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അതുപോലെ ഒരു നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴം നല്ലപോലെ മധുരം ഉണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളറായി വന്നാൽ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ വൈകുന്നേരം സമയത്ത് പെട്ടെന്ന് അവരെന്തെങ്കിലും സ്നാക്ക് ചോദിക്കുകയാണെങ്കിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങോട്ട് ചുട്ടിയെടുക്കാം. നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ട് വന്ന പുതിയ ഡ്രസ്സ്, ഉമ്മാൻ്റെ നെയ്റ്റി, ഷോള് അങ്ങനെയൊക്കെ അത് വക്കടിക്കാനും അങ്ങനെയൊക്കെ പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് എപ്പോഴും എത്ര ദിവസം ഉണ്ടെങ്കിലും ആ ഒരു തലേ ദിവസം തിരക്കിട്ട് ചെയ്യലാണല്ലോ നമ്മുടെ പണി. കൊടുക്കുന്നതിൻ്റെ ആ ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ നെയ്റ്റിയും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ഷേപ്പാക്കലും കൈ ഓരോ പണികളുണ്ടാവുമല്ലോ അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഉമ്മ വന്നിട്ട് ഉമ്മാനത്ത് ഞാൻ നെയ്റ്റിയൊക്കെ ഇട്ട് നോക്കാൻ പറഞ്ഞ് അളവ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ടൊന്ന് കാണിച്ചൊക്കെ തരുമായിരുന്നു കേട്ടോ. നാളെ തന്നെ പെരുന്നാളാവും എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമുക്ക് 30 കിട്ടിയിട്ട് പൂർത്തിയായ ശേഷമായിരിക്കും പെരുന്നാളാവുന്നത്. എന്നാലും നമുക്കൊരു ഈ സൗദിയിലൊക്കെ 29 കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കംപ്ലീറ്റ് ആവാന്നൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് കൊണ്ടാണ് നമ്മൾ അടിക്കാനൊക്കെ ഇരുന്നത്. അല്ലെങ്കിൽ ഇതെങ്ങനെയായാലും നമ്മൾ ആ തക്ബീറൊക്കെ ചൊല്ലി പെരുന്നാളാണോ അറിഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ അടിക്കാനിരിക്കുക. അത് എത്ര സമയം കിട്ടിയാലും നമുക്കൊന്ന് തിരക്ക് പിടിക്കേണ്ടത് പെരുന്നാൾ സമയത്ത് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓരോന്ന് ഷേപ്പൊക്കെ ആക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഉമ്മ വന്ന് നെയ്റ്റിയൊക്കെ ഇട്ട് കാണിച്ചും തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. കൊടുക്കാനായിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ഉമ്മർത്ത് മൈലാഞ്ചി നിൽക്കണത് കണ്ടത്. എന്നാൽ പിന്നെ അതിങ്ങനെ കൊമ്പൊടിച്ചിട്ട് വെക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് മറ്റന്നാണെങ്കിലും ആ കൊമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഊരിയെടുത്താൽ മതിയല്ലോ, ഇനി ഊരിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണ്ട പറഞ്ഞിട്ട് അതങ്ങോട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. എനിക്ക് ഈ ട്യൂബ് ഇടുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഇവിടെ ഉമ്മയായാലും ഞാനായാലും ഈ അരച്ച മൈലാഞ്ചിയാണ് കേട്ടോ ഇഷ്ടം. ഉമ്മ പിന്നെ അരച്ച മൈലാഞ്ചിൻ്റെ ആളാണ് കേട്ടോ. അതിങ്ങനെ ചുവപ്പ് പോകെ ഇട്ടോളും, ആൾക്കതൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കൊമ്പായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എനിക്കാണെങ്കിലും വലിയ ഡിസൈനൊന്നും വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്കിഷ്ടം ഈ അരച്ച മൈലാഞ്ചിയാണ് കേട്ടോ. അതിങ്ങനെ നഖത്തിലിട്ട് നല്ലപോലെ ചോപ്പിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഈ മൈലാഞ്ചിയൊക്കെ വലിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അന്ന് പറഞ്ഞാൽ പെരുന്നാളാണോ അല്ലയോ ഒന്നൊന്നുമില്ല, നമുക്ക് പെരുന്നാൾ വരുന്നു എന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മുടെ വീട്ടിലൊന്നും മൈലാഞ്ചി ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് മൈലാഞ്ചി ഇങ്ങനെ ഓരോ വീട്ടുകളിൽ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് പോയി വലിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഉച്ചയാകുമ്പോഴേ ഞങ്ങൾ പോയിട്ട് മൈലാഞ്ചി വലിച്ചു കൊണ്ടുവന്ന് വെക്കുന്നിട്ട് ഉമ്മാനോട് ഒന്ന് അരച്ചു പറയും. ഉമ്മാക്ക് വീട്ടിൽ ഒരുപാട് പണികളുണ്ടാവും. അതൊന്ന് അരച്ച് കയ്യിലിടുന്ന വരെ ഒരു സമാധാനം കൊടുക്കില്ല. അതൊക്കെ ആ ഒരു കാലം കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഞങ്ങളിങ്ങനെ ന്യൂസ് നോക്കിയിരിക്കുകയായിരുന്നു, ഇനി നാളെയാണോ മറ്റന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പറഞ്ഞത് നാളെയാണ് ചെറിയ പെരുന്നാൾ, പൊന്നാനി ആ ഭാഗത്ത് മാസം കണ്ടു എന്ന്. അപ്പം തന്നെ ഞങ്ങൾ ബൈക്ക് കൊടുത്ത് ഇറങ്ങിയിട്ടാ. സംഭവം നമുക്ക് നാളേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഉക്കയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ബിരിയാണി അരിയും നെയ്യും പിന്നെ കുറച്ച് ക്യാപ്സിക്കം, തൈര്, പാല് അങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പാനിപൂരി കഴിക്കാനായിട്ട് വല്ലാത്ത കൊതി. ഇത്ര ദിവസം നോമ്പായതുകൊണ്ട് അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടോടെ വന്ന് പാനിപൂരി കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ സാധനമൊക്കെ കൊണ്ട് വീട്ടിലെത്തി. പിന്നെ പാർസൽ കാളാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഉമ്മയാണെങ്കിൽ ഇവിടെ നാളേക്കുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ തൊലിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ബില്ല് നോക്കുമായിരുന്നു. എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായിട്ടുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ എത്രയായാലും നമ്മൾ എത്ര വാങ്ങിക്കൊണ്ട് വന്നാലും എന്തെങ്കിലും ഒന്ന് മിസ്സാവാതിരിക്കില്ല, മറന്നു പോവാതിരിക്കില്ല. അതുപോലെയായിരുന്നു കേട്ടോ. മാഗി ക്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് പെറുക്കി മാറ്റി വെച്ച് നാളേക്കുള്ളതൊക്കെ പായസത്തിനുള്ളതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ വേഗത്തിൽ റെഡിയാക്കാൻ പറഞ്ഞിട്ട് അതാണ് ഉമ്മ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കിയിരുന്നു. പിന്നെ സവാള അടക്കം ഞാൻ അരിഞ്ഞ് വെക്കും കേട്ടോ. അതാകുമ്പോൾ എന്താ പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും പലഹാരത്തിനുള്ള കറിയും ഒക്കെ ആക്കാമല്ലോ. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം സവാള അരിഞ്ഞ് വെക്കൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ചതച്ച് വെക്കൽ, അതുപോലെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ചിക്കന് കറിക്കുള്ളതും ബിരിയാണിക്കുള്ളതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ നാളെ മന്തി ഉണ്ടാക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മന്തിക്കുള്ള മസാല തേച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്.
പിന്നെ ഞാൻ ഇതാ മൈലാഞ്ചി വലിച്ച് കൊമ്പോടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ അതൊക്കെ ഇങ്ങനെ കൊമ്പൊന്ന് ഊർന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴുകി മസാല തേച്ച് വെച്ചു. ബാക്കി കറിക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കഴുകി മാറ്റി വെക്കണം കേട്ടോ ചെയ്തത്. ഇതൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഗസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവരിനെ ശ്രദ്ധിക്കാം, പണികൾ വേഗത്തിൽ കഴിയുകയും ചെയ്യും. അപ്പോൾ തന്നെ ഇവിടെ ഉമ്മയൊക്കെ ഉള്ളിയും സംഭവമൊക്കെ തൊലിച്ച് കറക്റ്റായി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്താണ് മന്തിക്കുള്ള മസാല തേച്ചിട്ട് ചിക്കൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതുപോലെ ബാക്കി ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പണിയും. ഇനി ഈ സവാളയൊക്കെ അരിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി വെക്കും. അപ്പോൾ നാളെ കറി വെക്കുന്നത് രാവിലെ ഗ്രീൻ പീസും പുട്ടുമാണ് ഉദ്ദേശിക്കുന്നത്. ചിക്കൻ കുറുമ വെക്കാമെന്നുണ്ട്. പിന്നെ രാവിലെയും ചിക്കൻ ഉച്ചയ്ക്കും ചിക്കൻ വേണ്ട പറഞ്ഞിട്ട് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കറിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ മന്തിക്കുള്ള ക്യാപ്സിക്കും ഇതല്ലാതെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് മിക്സിയുടെ ജാറിൽ എല്ലാം അതുകൊണ്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ചിക്കനെല്ലാം അങ്ങോട്ട് പരട്ടി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നല്ലപോലെ ഉപ്പും മസാലയൊക്കെ പിടിക്കും കേട്ടോ. സംഭവം മാഗി ക്യൂബ് മാത്രം മിസ്സായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി നാളെ വാങ്ങിയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാതും കൂടെ ഇട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് എന്താ അറിയില്ല, കുറച്ച് ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതിയിട്ടാ. ചോറും മോര് കറിയും പിന്നെ ചൂര മീനാണ് കേട്ടോ ഒന്ന് വറുത്തത്. ഇന്ന് ചൂരയും അയിലയാണ് ഒന്ന് വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോ പീസ് വെച്ചിട്ട് ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി. അപ്പോൾ ഇനി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് പോയി കിടന്നുറങ്ങാനായിട്ട്. ഇപ്പോൾ മൈലാഞ്ചി ഒന്ന് അരയ്ക്കണം. മൈലാഞ്ചി അരച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മളെന്തായാലും കിടക്കുന്ന സമയത്ത് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് പോകും കേട്ടോ. അതുപോലെ അരച്ച മൈലാഞ്ചിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അത് ഇടണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുത്ത് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ ഇനി കിടക്കാൻ വേണ്ടി പോവുകയാണ്. കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.